കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായ മൂന്നാറിൽ തമിഴന്മാർ ഇപ്പോൾ അഴിഞ്ഞാട്ടം നടത്തുകയാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് വിനോദസഞ്ചാരികളുമായി അവിടേക്കെത്തിയ ഒരു ടൂറിസ്റ്റ് ബസ് തല്ലിപ്പൊളിക്കുകയും ഡ്രൈവറെയും അതിലെ സഞ്ചാരികളെയും ആക്രമിക്കുകയും ചെയ്തത്. ഇത് കണ്ടുനിന്ന മറ്റൊരു വിനോദസഞ്ചാര സംഘം പകർത്തിയ വീഡിയോ വഴിയാണ് ഈ സംഭവം പുറത്തു വന്നിരിക്കുന്നത്. വീഡിയോ എടുത്തതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് അറിയാൻ സാധിച്ചു. കാരണം പോലീസിന് അവിടെ കാര്യമായ ഒരു റോളുമില്ല എന്നാണ് പറയുന്നത്. പോലീസിനെ അടിക്കാൻ വരെ തയ്യാറാണ് ഈ ഗുണ്ടകൾ. മൂന്നാറിലെ ചില ജീപ്പ് ഡ്രൈവർമാർ, വഴിയോര കച്ചവടക്കാർ, ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവർ, അങ്ങനെ മൂന്നാറിലെ ടൂറിസവുമായി ബന്ധപ്പെട്ട് കാശുണ്ടാക്കുന്നവരാണ് പ്രധാന പ്രശ്നക്കാർ. ഇവരെല്ലാം തമിഴന്മാരുടെ ഒരു ഗ്യാങ്ങാണ്. കേരളത്തിൽ നിന്ന് വന്നവർ ഇവിടെ ആഘോഷിക്കാൻ പറ്റില്ലെന്നാണ് ഇവർ പറയുന്നത്. വെറുതെ ഒരു കാരണവുമില്ലാതെ മലയാളികളുടെ മെക്കിട്ട് കയറും, പ്രശ്നമുണ്ടാക്കും. നമ്മൾ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചാൽ ഇവിടെ പോലീസൊക്കെ ഞങ്ങൾ തന്നെയാണെന്ന ഭീഷണിയും മുഴക്കും. സ്ത്രീകളെ അടക്കം ഒരു മയവുമില്ലാതെ ഇവർ ചീത്ത വിളിക്കുകയും ചെയ്യും. നമ്മുടെ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നവർക്ക് തല്ലുകൊള്ളുന്ന ഒരേ ഒരു സ്ഥലമാണ് മൂന്നാർ. ഇവരെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കേരള സർക്കാരിന്റെ വീഴ്ച തന്നെയാണ്. പോലീസ് കാര്യമായി ഇടപെട്ടാൽ ഈ ഗുണ്ടായിസം കുറയും, സഞ്ചാരികൾക്ക് മോശം അനുഭവവും അവിടെ ഉണ്ടാവില്ല. മൂന്നാർ നല്ല ആളുകളുണ്ട്, നല്ല കച്ചവടക്കാരുമുണ്ട്. എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ വരെ തർക്കമുണ്ടാക്കി അടിയിൽ എത്തിക്കാൻ ചില സംഘങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അവരിൽ ഏറ്റവും മോശം സ്വഭാവമുള്ള ചില ടാക്സി ജീപ്പ് ഓടിക്കുന്ന ആളുകൾക്കാണ്. ഇവരും വഴിയോര കച്ചവടക്കാരും ചേർന്നാണ് അക്രമം നടത്തുന്നത്. ഒട്ടും ടൂറിസ്റ്റ് സൗഹൃദമല്ലാത്ത പ്രദേശമായിട്ട് നമ്മുടെ മൂന്നാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തുന്നവർക്ക് ഒരുതരം അരക്ഷിത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഭയത്തോടു കൂടെ ഒരു ടൂറിസ്റ്റ് സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യം നമുക്ക് ആർക്കും തന്നെയില്ല. സന്തോഷിക്കുവാനും ആസ്വദിക്കുവാനും കേരളത്തിൽ ഇനിയും ധാരാളം സ്ഥലങ്ങൾ ബാക്കിയുണ്ട്. വിനോദസഞ്ചാരികളെ അതിഥികളായി കാണാതെ തിണ്ണമെടുക്ക് കാണിച്ച് പേടിപ്പിക്കുന്ന കുറച്ച് തമിഴന്മാരാണ് മൂന്നാറിനെ നശിപ്പിക്കുന്നത്. ആളില്ലാത്ത ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മൂന്നാർ മാറാതിരിക്കാൻ അടിയന്തരമായി മൂന്നാർ ഭരണകൂടവും ഇടുക്കി ഭരണകൂടവും അവിടുത്തെ വ്യാപാരി അസോസിയേഷനും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെടണം. സോഷ്യൽ മീഡിയയിൽ ഒരാൾ പറയുന്നത് തനിക്കും കുടുംബത്തിനും ഉണ്ടായ ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ്. വഴിതെറ്റി ഈ ജീപ്പ് ഓടിക്കുന്നവരുടെ ഇടയിൽ പെട്ടുപോയ ഒരു സാഹചര്യം ഉണ്ടായി. വഴി തെറ്റിയതാണെന്നും വണ്ടി തിരിക്കാനുള്ള സാഹചര്യം ഒരുക്കി തന്നാൽ തിരിച്ചു പോയിക്കൊള്ളാമെന്നും അവരോട് പറഞ്ഞു. എന്നാൽ അവർ വണ്ടിയിലിട്ട് ഇടിക്കുകയും തെറി വിളിക്കുകയുമാണ് ചെയ്തത്. തന്റെ ഭാര്യയും മരുമകളും കുഞ്ഞുമകനും ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങി. പലരോടും കാല് പിടിച്ച് അപേക്ഷിച്ച് ഒരു വിധത്തിൽ വണ്ടി തിരിച്ച് അടികൊള്ളാതെ തിരിച്ചു പോന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മൂന്നാർ ഭാഗങ്ങളിലേക്ക് മലയാളികൾ ടൂർ പോകരുത്. അഥവാ പോയാൽ തന്നെ തെരുവ് കച്ചവടക്കാർ, ജീപ്പുകാർ ഒന്നും ഇല്ലാത്ത ഇടങ്ങളിൽ വണ്ടി പാർക്ക് ചെയ്ത് കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരുക എന്നാണ്.